ഹായ്, ഗുഡ് ഈവനിങ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണം കേട്ടോ. നന്ദും കുഞ്ചൂസും ഇവിടെ ഉണ്ട്. നന്ദു കിടക്കണം, കുഞ്ചൂസും കിടക്കണ്ട. ഭക്ഷണം കഴിച്ചിട്ടുള്ള റെസ്റ്റ് എടുക്കണം കണ്ടാളു. കുഞ്ചൂസ് എന്തിനാണ് അതിൻ്റെ അടി പോയിട്ട് നീ കിടന്ന് ഇപ്പം ആയിരത്തി വിളിച്ചെടുക്കും. കുഞ്ചൂസ് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം എന്താ ചോറാണോ ചായയാണോ എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ടി വിയും കണ്ട് തന്നെ കിടന്ന് ചിലപ്പോൾ കുറേ നേരം ഉറങ്ങും. അങ്ങനെയൊക്കെ പഠിക്കാൻ ഇങ്ങനെ കുറേ പറയണം. അപ്പോഴൊക്കെയാണ് കുറച്ച് നേരമൊക്കെ ഒന്ന് ബുക്ക് എടുത്തൊന്ന് വായിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനല്ല വൃത്തിയാക്കിയത്, നമ്മുടെ ഹൗസ് ഓണർ വീടാണ് ആ കാണുന്നത്. അപ്പോൾ അവർ ആളെ നിർത്തിയിട്ട് ചെയ്യിപ്പിച്ചതാണ്. അവർക്ക് ടോട്ടൽ 3 വീടുണ്ട്. അപ്പോൾ അവരുടെ വീടും തൊട്ടപ്പുറത്ത് വേറൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കണ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെയും വൃത്തിയാക്കി തന്നു. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ മുറ്റമൊക്കെ ഞാൻ 2 ദിവസം അല്ലെങ്കിൽ 1-2 കുടുംബം മുറ്റടിക്കുള്ളൂ. വേറെ പ്രത്യേകിച്ച് ചവറോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ ഉണ്ണിയപ്പം കൂട്ടി ചായ കുടിച്ചു, ഒരിത്തിരി ചോറും കഴിച്ചു കേട്ടോ. മത്തി മുളക് ഇട്ടുണ്ടായിരുന്നു, അമ്മേ കുഞ്ഞമത്തി. അപ്പോൾ വണ്ടി ചാർജിനിട്ടിച്ചേക്കാണ്. ഇന്ന് കുഞ്ചൂസിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഞ്ചൂസിന് 10ാം ക്ലാസ് ആയതുകൊണ്ട് നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സമയവും ഒക്കെ പറയാനായിട്ടും പിന്നെ നമുക്ക് ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടാവും, ടീച്ചർമാർക്ക് ചോദിക്കാനുണ്ടാവും. കാരണം പിള്ളേർക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ പാരൻസ് തന്നെ പൈസ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വണ്ടി ചാർജിനിട്ട് പിന്നെ നടന്നിട്ട് ഇവിടെ നിന്ന് പോയി. എന്നിട്ട് പിന്നെ വഴിക്കാൻ എനിക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോ കയറി ഞാൻ സ്കൂളിൽ പോയി. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ 5 മണിയായിട്ടാണ്. 3:30ക്കാണ് പറഞ്ഞത്, പക്ഷെ ഞാനെത്തുമ്പോൾ 4 മണിയായി. 4 എന്നിട്ട് 5 മണിക്കാണ് അവർ വിട്ടത്. പിന്നെ തിരിച്ച് ഞാൻ നടന്നിങ്ങോട്ട് പോകുന്നു കേട്ടോ. നടന്നു വരാൻ പിന്നെ സാവകാശം വരാം, കുഴപ്പമില്ല. നടന്ന് സാവധാനം വരാം, പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഗ്യാസിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. സിലിണ്ടർ നമ്മൾ സാധാരണ ഞാൻ തന്നെ മാറ്റി പിടിപ്പിക്കല്. അപ്പോൾ ഇന്നലല്ല ഞാൻ നോക്കുമ്പോൾ എനിക്കത് ഒരു ടെൻഷൻ. കാരണം ഒരു ഭയങ്കര ലീക്കുള്ള മാതിരി വല്ലാത്തൊരു ശബ്ദമൊക്കെ, അങ്ങനത്തെ ഒക്കെ ഒരു ശബ്ദം. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചില്ല. പിന്നെ അവരെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് നോക്കി, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസിൻ്റെ ഇതിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവർ ഓഫീസിലത്തെ ഇവിടെ കുറ്റി കൊണ്ടുവരുന്ന ചേട്ടനുണ്ട്, പുള്ളീനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നന്ദു ഉണ്ടായിരുന്നു ഇവിടെ. നന്ദുവിനാണെങ്കിൽ ഇപ്പോൾ +1 ആയതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം നന്ദുവിന് ക്ലാസ്സുള്ളൂ. അവർക്ക് ഈ പറഞ്ഞ പോലെ റിവിഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ട് തിരിച്ചു. നന്നായി പഠിക്കുന്ന കുട്ടികൾ വേറെ ബാച്ച്, ഒരുപാട് ബാക്കിലോട്ടുള്ള കുട്ടികൾക്ക് ഒരു ബാച്ച്, അങ്ങനെ. അപ്പോൾ അവർക്ക് പഠിക്കാത്ത കുട്ടികൾക്ക് ആഴ്ചയിൽ 3-4 ദിവസമുണ്ട്. 3 ദിവസം 4 ദിവസം എന്തോ ഉണ്ട്. നന്ദുവിനൊക്കെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നന്ദുവിനോട് പഠിക്കണ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നന്ദു പറയും ഞാൻ പഠിക്കണ ബാച്ചിലാണുള്ളത്, അപ്പോൾ ഞാൻ അത്യാവശ്യം പഠിക്കണമെന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും പഠിക്കുന്ന കേട്ടോ. അപ്പോൾ നന്ദുവിന് ക്ലാസ്സില്ലായിരുന്നു, നന്ദു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയ സമയത്താണ് ഇവിടെ ഗ്യാസിൻ്റെ ചേട്ടൻ വന്നത് നന്നാക്കാനായിട്ട്. അപ്പോൾ അവർ നന്നാക്കി പോയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് കുഞ്ചൂസ് ചായ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ചായ എങ്ങനെ കാച്ചിന്ന്. കാരണം ഞാൻ ഇന്നലെയും ഇന്നൊക്കെ നമ്മുടെ ചെറിയ സിലിണ്ടർ ഉണ്ടല്ലോ ചായ കച്ചവടത്തിന് വാങ്ങി, ആ സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ് ഇന്നും ഇന്നലെയൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇവർക്കത് കത്തിക്കാൻ അങ്ങനെ അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ചായ കാച്ചി എന്ന് വെച്ചാൽ ഞാൻ വന്നപാടെ കുഞ്ചൂസിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്കുള്ള ചായ മേശപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ചായ എങ്ങനെ കാച്ചിയെന്ന് വെച്ചാൽ നിങ്ങൾ കാച്ചിയെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ രാവിലത്തെ ചായ ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചായ കാച്ചി ഗ്യാസ് നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. സൗമ്യ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ മുടി കളർ ചെയ്തുകൊണ്ടാണ് നിൻ്റെ മുടി ചകിരി പോലെ നിൽക്കണത്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ ഒരു സ്റ്റൈലിന് ചെയ്തതാണ്.
ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. പിന്നെ നന്നായിട്ട് മുടി വരുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് ഞാൻ നൈറ്റ് എടുത്ത് ഓടാറുണ്ട്, അപ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ കിടന്നുറങ്ങും. ചില ദിവസങ്ങളിൽ സ്കൂള് ചിലപ്പോൾ ഇല്ല എന്ന് തോന്നുകയാണെങ്കിലൊക്കെ 8 മണി വരെ കിടന്നുറങ്ങാറുണ്ട്. എന്നുവെച്ചാൽ 1:30 1:45 വീട്ടിൽ കയറുകയാണെങ്കിലൊക്കെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അങ്ങനെ. അപ്പോൾ ഇന്നലൊന്നും ഞാനിപ്പോൾ 2 ദിവസമായിട്ട് നൈറ്റ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയാനായിട്ട്. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ചെയ്തിട്ട്. ഞാനിപ്പോൾ പോകും. ഞാൻ 6 മണി 6:30 ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ 6:15 ആകുമ്പോൾ പോകണം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഈ ഒരു ചുറ്റുപാട്. നല്ല രസമില്ലേ വീട് കാണാൻ. ഇനി ഈ വീട് ഒഴിയുമ്പോൾ വേറെ എവിടേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നേരം കാണാമല്ലോ. ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളതാണ് കടലാസ് പൂവ്. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പോകാത്തത് കൊണ്ട്, ചായയുടെ പരിപാടി നിർത്തിയത് കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടലിനൊക്കെ നല്ല സമാധാനമുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നൈറ്റൊക്കെ മരുന്ന് വലിക്കാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാലാണ് എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളുള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ ചില സമയത്തൊക്കെ ചെറിയ പൈസ ടൈറ്റൊക്കെ വരുമ്പോൾ നൈറ്റ് എടുത്ത് ഓടും. അപ്പോൾ ആ ഒരു പൈസ നമുക്ക് അതിൽ അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും, അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പുതിയ വിശേഷം എന്ന് പറയാനായിട്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ 25-ാം തീയതി നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മയുടെ തറവാട്ടമ്പലത്തിലത്തെ ഉത്സവമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പോകണം എന്നുള്ളത്. അത് പോവുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും. എന്താ എനിക്ക് അറിഞ്ഞൂടാ, ഞായറാഴ്ചയാണ്. അപ്പോൾ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയണത് കേട്ടോ. പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യും. ഇനി അറിയില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് മുടക്ക് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും മാക്സിമം പോകണം തന്നെയാണ്. രാവിലെ പോയി രാത്രി വരെ, ദിവസം നോക്കുമ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ മക്കളെയും കൊണ്ട് പോയിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് എത്തുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. മത്തി കൂട്ടി ചോറിനിട്ട് കൈ മണക്കണം. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല വീഡിയോ ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ ലോങ് വീഡിയോ കുറേ ആയില്ലേ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എന്തായാലും കുട്ടി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.